السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على محمد رسول الله സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഈ പരിശുദ്ധ റജബിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, മഹാനായ നസ്റു സമർഖന്ദി റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു തരുന്ന 5 ഗുണങ്ങളുണ്ട്. ദിക്റുകളുടെ 5 ഗുണം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദിക്റുകൾ നമ്മൾ ചൊല്ലി വരാറുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളത് പോലെ ഹദ്ദാദ് റാത്തീബുകൾ ഓതുന്നവരുണ്ട്. ഒരുപാട് റാത്തീബുകളും ഒരുപാട് ദിക്റുകളൊക്കെ ദൈനംദിന ജീവിതത്തിൽ ചൊല്ലി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അതൊക്കെ നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. അതിനർഹമായ പ്രതിഫലം അള്ളാഹു തരട്ടെ. ഈ ദിക്റുകൾ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ടവർ പറയാണ് 5 നേട്ടങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്നുണ്ട്. ആ 5 നേട്ടങ്ങളിൽ ഒന്നാമത്തത് റിള റബ്ബി, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കാരണമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ധാരാളം ദിക്റുകൾ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമാണ്. നമ്മൾ ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നത്, നമ്മൾ തസ്ബീഹുകൾ ചൊല്ലുന്നത്, ഇബാദത്ത് ചെയ്യുന്നതൊക്കെ അതിന്റെ ആധാരം, അടിസ്ഥാനം അള്ളാഹുവിന്റെ പൊരുത്തമാണല്ലോ. ഈ പൊരുത്തം കിട്ടാൻ ഒരു കാരണമാണ് ഈ ദിക്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയാണ് ഐ യസീദ ഫിൽ ഹിർസി അല തുആത്തി, നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആവേശം കൂടും. ദിക്റുകൾ ധാരാളമായി ചൊല്ലി വരുമ്പോൾ നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സ്വതക്കകൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം മനസ്സിലേക്ക് വരികയും അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് പാകപ്പെടുകയും ചെയ്യും. എന്ത് ചെയ്താൽ? ദിക്റുകൾ ധാരാളമായി ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയാണ് ഹിർസും മിന ശൈത്വാൻ, ശൈത്വാന്റെ ഷർറുകളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യും? കാവൽ കിട്ടും. ദിക്റുകൾ ചെല്ലുമ്പോൾ പൈശാചികമായ ഷർറുകൾ തൊട്ടൊക്കെ കാവൽ തേടാൻ, കാവൽ അള്ളാഹു തരാൻ ഒരു കാരണം കൂടിയാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. എന്നിട്ട് നാലാമതായി പറയാണ് രഖത്തുൽ ഖൽബി, ഹൃദയത്തിന് മയമുണ്ടാകും. നസ്റു സമർഖന്ദി റളിയല്ലാഹു തആല എന്ന് പറയാം, നമ്മുടെ മനസ്സിന് ഒരു സോഫ്റ്റ് ഉണ്ടാവും. എല്ലാവരോടും കാരുണ്യത്തോടുകൂടെ വർത്തിക്കാനുള്ള ഒരു നല്ലൊരു മനോഭാവം ഉണ്ടാകാൻ ദിക്റുകൾ അതൊരു കാരണമായി തീരും. നമ്മുടെ മനസ്സ് നന്നാകാൻ എന്ത് ചെയ്യും? ദിക്റുകൾ ഒരു കാരണമാവുകയാണ്. അഞ്ചാമതായി ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അയ്യുംനഅഹു മിനൽ മആസി, തെറ്റുകളെ തൊട്ട് തടയാൻ, ആ തിന്മകൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകാൻ. തിന്മകളിലേക്ക് നമ്മുടെ മുന്നിൽ തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് മാറിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിൽ എന്ത് ചെയ്യും? തിന്മകളെ തൊട്ട് മാറ്റി നിർത്താൻ അയ്യുംനഅഹു മിനൽ മആസി, തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്താൻ ദിക്റുകൾ എന്താണ്? ഒരു കാരണമാണ്. നിസ്കാരം പാപങ്ങളെ തൊട്ട് തടഞ്ഞു നിർത്തും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദിക്റുകൾക്കും അതുപോലെ തന്നെ പ്രാധാന്യമാണ്. ദിക്റുകൾ നമ്മൾ ചെല്ലുമ്പോൾ, ധാരാളമായ ദിക്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അതൊരു കാരണം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റജബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നാളെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ നബിതങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ ഫുഖറാ അൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും നാവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.